ചെല്ലപ്പയ്യരെ 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 മുറി ഉണ്ടാ? അല്ലേ, എന്ത് കുന്തായാലും ശരി അതിനകത്ത് കയറിയ പിന്നെ പുറത്തേക്ക് വരേണ്ട യാതൊരു ആവശ്യം ഉണ്ടാകരുത്. പിന്നെ ഒന്നിനും രണ്ടിനും പോകാനുള്ള എല്ലാ സൗകര്യവും അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം. എവിടെ കയറി വരുന്ന ശല്യങ്ങൾ അങ്ങോട്ട് പഠിച്ചെടുത്തോളൂ നല്ല പഠിച്ചോളൂ. പേര് പേരല്ലേ? പേര് പേര് ചെറിയ നായർ. ചെറിയ നായർ? തന്റെ അച്ഛന്റെ പേരെന്താ? കുര്യാക്കോസ് മേനോൻ. അമ്മയുടെ പേരെന്താ? മേരി തമ്പുരാട്ടി. അത് ശരി. അപ്പൊ ഹിന്ദു ക്രിസ്ത്യാനി ക്രോസ് ആയിരിക്കും അല്ലേ? അങ്ങനെ ആയിട്ടല്ല, തനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അത് ഞാൻ സഹിച്ചോളാം. ആ റൂമിന്റെ താക്കോലും കൂടെ ഉണ്ടാ. പിന്നെ ആര് ചോദിച്ചാലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയരുത് കേട്ടോ. വേണ്ട, എനിക്ക് ഒന്നിനു പോണം. 3 ഗ്ലാസ് വേണ്ട. ഞാൻ എടുക്കാം. ഞാൻ ഇഷ്ടാല. എന്റെ പേര് നാരായണൻ. ഞാൻ വേണം. നമുക്ക് ഒറ്റൊന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം ഈരാളിന്റെ ആളുകളായിരിക്കും. എന്നെ കൊല്ലാൻ നടക്കുകയാണ്. എന്നാലും എടി രേവതി, എന്നോട് നീ ഇത് ചെയ്യേണ്ടില്ലായിരുന്നു. ഓക്കെ, ഇനി ഇതിന് യാതൊരു കുഴപ്പവും വരില്ല. ദീവാനി മേരാ കൃഷ്ണ ദീവാനി. എന്താ നോക്കുന്നത്? രേവതി ഇല്ലേ? രേവതി ഇല്ലേന്ന്. ഓഹോ, രേവതി എന്ന് വരെ ആയോ? നിങ്ങള് പരിചയക്കാരാണ് അല്ലേ? ഞങ്ങൾ തമ്മിൽ അറിയും. കടയിൽ വെച്ചുള്ള പരിചയമായിരിക്കും. അല്ല, കൂടുതലും പുറത്ത് വെച്ചുള്ള പരിചയം. ഓഹോ, അപ്പോ പുറത്തു വെച്ച് കണ്ടുമുട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനാണ് ഇവൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ് ചമഞ്ഞൊരുങ്ങി പോകുന്നത്. ആ, രേവതി ഇവിടില്ല. ശരി. അതെ, ടെസ്റ്റോ കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞു. കണക്കെല്ലാം ശരിയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും തരാനും കൊടുക്കാനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇറങ്ങല്ലേ? ഓക്കെ, ഞാൻ ഞാൻ 2 ദിവസം കഴിഞ്ഞു വന്ന് കുഴപ്പം വല്ലതും ഉണ്ടോ നോക്കാം. എന്തായാലും കുഴപ്പമാക്കില്ലോ. ഇനി വന്നിട്ട് കൂടുതൽ കുഴപ്പമാക്കണ്ട. കുഴപ്പം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സഹിച്ചു. ഇയാളൊരു മോശരന. തള്ളെ കണ്ടെങ്കിൽ രേവതി ഒന്ന് കാണാമായിരുന്നു. അല്ല, നമ്മുടെ ഭാര്യ എവിടെ ഇല്ലേ? നമ്മുടെ അല്ല, എന്റെ ഭാര്യ. അതാണ് ഉദ്ദേശിച്ചത്. ഉദ്ദേശമൊക്കെ മനസ്സിലായി. എന്നാൽ ഒന്നുകൂടി വ്യക്തമായി പറയാം. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. അല്ല, കുറച്ച് ഇംഗ്ലീഷ് റെക്കോർഡ്സ് വേണമെന്ന് പറഞ്ഞിരുന്നു. കൊണ്ടുവരാന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്കണം. ഞാൻ പറയണം. ശരി. അവൻ അന്വേഷിച്ചതായി ഞാൻ എന്റെ ഭാര്യയോട് പറയണം. ഭർത്താവിന്റെ ഒരു ഗതികേട് കണ്ടില്ലേ? ഒരു ഇംഗ്ലീഷ് വേണ്ട.
ഇത് പൊട്ടിച്ചാൽ അവൾ എന്റെ പൊട്ടിക്കും. അതല്ലേ മനുഷ്യന്റെ ബുദ്ധി വേണമെന്ന് പറയുന്നത്. അതിലൂടെ ഇരിക്കട്ടെ. അവയുടെ ഇംഗ്ലീഷ് എന്റെ കൂട്ടിനകത്ത്. दीवानी दीवानी मीरा कृष्ण दीवानी तारे गरे रिगदप गरे तम तब निद तनी. അവൻ വന്നിരുന്നു. ആര്? തന്റെ മറ്റവൻ. മറ്റവൻ വെച്ചാ? ഗോപാലകൃഷ്ണൻ. ആഹാ. അവന്റെ തന്ത അറിഞ്ഞിട്ട പേര് തന്നെ ഗോപാലകൃഷ്ണൻ. 16,008 ഒന്നായിരിക്കും താനും. അനാവശ്യം പറയരുത്. അല്ലെങ്കിലും കാണാൻ കൊള്ളാന്ന ആമ്പിളരെ കണ്ട നിങ്ങൾക്ക് കണ്ണുകടിയാ. അവനൊരു പാവം ചെറുക്കൻ. അവനെ എന്നെയും ചേർത്ത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ കാണിച്ചതുപോലെ വൃത്തികേട് ഞാൻ കാണിക്കില്ല. ഇല്ല ഇല്ല ഇല്ലല്ലോ. ഇല്ല. ആ വൃത്തികെട്ടവൻ. അതെ. ആഹാ, എന്റെ അടുക്കള നിങ്ങൾ പൊട്ടിച്ചോ? ആഹാ, എന്നാ നോക്കിക്ക അങ്ങോട്ട് തൊട്ട് അമ്മയുടെ നേരെ. ആഹാ, ദൈവമേ, ഇവരോട് പൊറുക്കണമേ. ഇവര് ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഞാൻ എല്ലാം അറിഞ്ഞോണ്ട് തന്നെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് എല്ലാ കാര്യത്തിലുള്ള തന്റെ അറിവ്. അതെ. ശങ്കരി ശങ്കുരു ചന്ദ്രമുഖി അഖില. അയ്യോ ഈശ്വര, നീ ദ്രോഹിനെ ചതിച്ചല്ലോ. നോക്കിക്കോ, ഇനി ഒറ്റർക്കണേ അവിടെ വെച്ചേക്കില്ല. ഇപ്പോഴെങ്ങനെയുണ്ട്? എന്റെ റെക്കാർഡുകള് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം തന്റെ ശങ്കരമംഗലത്തെ മുത്തച്ഛന്മാരും മുതുമുത്തച്ഛന്മാരും ഒന്നിച്ചു വന്നാലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. താൻ കളിക്കുന്നതേ പുത്തമ്പരയിലെ രാവുണ്ണിമേനോടാ. അത് മറക്കണ്ട. പൊട്ടിച്ചോളൂ. ഒന്നല്ലേ പോയുള്ളൂ. ഇതാര്? ശക്തിരാഘവൻ പിള്ളയോ? ഓ, ശക്തിയൊക്കെ പണ്ടായിരുന്നു. അന്നത്തെ കാലത്തായിരുന്നെങ്കിൽ അവൻ എന്റെ ഇന്ന് രക്ഷപ്പെടുമായിരുന്നോ? അല്ല, ഇപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. അവൻ എന്റെ കയ്യിലൊന്ന് കിട്ടിയാ മതി, എന്റെ ഇപ്പോഴത്തെ ശക്തി ഞാൻ അവനൊന്ന് കാണിച്ചു കൊടുത്തേനെ. എന്തു പറ്റി? സ്വാമിയേ ശരണമയ്യപ്പ, എന്നെ ഒന്ന് രക്ഷിക്കണം. 2000 രൂപ കടം തരണം. മോട്ടിച്ച കാശാ, തൊണ്ടി കൊടുക്കണം. നിങ്ങൾ പോലീസുകാർ മോഷ്ടിക്കുകയോ? എന്തായി കേൾക്കുന്നത്? മോട്ടിച്ചത് കള്ളൻ. തൊണ്ടിയോടുകൂടി തന്നെ ഞാൻ അവനെ പിടിച്ചു. തൊണ്ടിയോടുകൂടി തന്നെ അവൻ ഓടിപ്പോയി. ഇപ്പൊ തെണ്ടിയത് ഞാൻ. അതെന്താ? തൊണ്ടി 2000 രൂപ ഞാൻ എടുത്തിട്ട് കള്ളനെ വിട്ടുന്ന് പുതിയ കേസ് SI ചാർജ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് 2000 രൂപ കൊണ്ടുവന്ന് ഞാൻ SIയുടെ മേശപ്പുറത്ത് വെച്ചില്ലെങ്കിൽ ദേ ഇപ്പൊ ഇത് പോകും. സത്യം പറയാമല്ലോ ശക്തി, ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. രൂപ ഞാൻ തരാം. 100-ന് 10 രൂപ പലിശ. അത്രേ ഉള്ളൂ. പ്രോമിസറി നോട്ടും എഴുതണം. ഊവല്ലോ, സ്വന്തം കുഴിമാടം തോണ്ടുകയാണെന്ന് എനിക്കറിയാമല്ലോ. വേറെ വഴിയില്ലല്ലോ. ദേ, സ്റ്റാമ്പ് പേപ്പർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് അകത്തോട്ട് കയറിക്കോ, കാശ് മേടിച്ചോ. ഇന്ന് ആദ്യമായിട്ട് നിങ്ങളാ വലതുകാലം വെച്ച് തന്നെ കേറിക്കോളാം. അത് വേണ്ട. എന്തിനു വലതുകാലം വെച്ച് കയറണം? മുടിഞ്ഞാലും സാമിയല്ലേ മുടിയുള്ളൂ. എന്റെ ഈ ഇടതുകാലിന്റെ ഐശ്വര്യം കൊണ്ട് ഈശ്വര ഈ വർഷം തന്നെ സ്വാമിയെ കുത്തുവാള എടുപ്പിക്കണേ ഭഗവാനെ. അങ്ങോട്ട് കയറിപ്പോട്ടെ. വക്കീലിനെ അറിയില്ലേ? അറിയാം. എനിക്ക് ഇങ്ങനൊരു മകനുണ്ട്. താൻ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇല്ല.
അപ്പോ അതിന്റെ അർത്ഥം തന്റെ അറിവിപ്പെടാണ്ട് എനിക്കൊരു മകൻ ഉണ്ടാവാം എന്നല്ലേ? ഈ വക്കീലിനോടും വൈദ്യനോടും ഉള്ള കാര്യം മറച്ചു വെക്കരുതെന്ന അപ്പൊ ശാസ്ത്രം. തനിക്കും എന്നെ വിശ്വാസം ഇല്ല? അല്ലെങ്കിലും എനിക്ക് ജീവിതത്തിൽ പറ്റി ഏറ്റവും വലിയ അബദ്ധം തന്നെ ഞാൻ എന്റെ വക്കീലാക്കിയതാ. നാട്ടിൽ മര്യാദയ്ക്ക് കഴിഞ്ഞിരുന്ന എന്നെ ഈ ഗുരുവാലി കൊണ്ട് ചാർജ് ചെയ്ത ഒറ്റ ഒരുത്തനാ. അല്ലെങ്കിൽ ചേരി കൃഷ്ണ കൈമളുടെ ഗതിവേതുമായിരുന്നു. എന്ത് പറഞ്ഞാലും തന്റെ ഒരു ചേരി കിട്ടണ കൈമള് എന്റെ കൈ തടിച്ചു പറഞ്ഞിട്ടുണ്ട്. മോങ്ങാനിരുന്ന നായയുടെ തല തേങ്ങ വീണ എങ്ങനെ ഇരിക്കും? ക്ഷമിക്കണം, ഞാൻ കണ്ടിട്ടില്ലേ. കാണാത്ത കാര്യം അങ്ങോട്ട് പറയുന്നത് ശരിയല്ല. എന്നാ എന്നെ നോക്കിക്കോളൂ, വൃത്തിയായിട്ട് നോക്കിക്കോളൂ. തേങ്ങ ആയിട്ട് ഒരു പരവനാറി ഒന്ന് വീണിട്ടുണ്ട്. അതൊന്ന്. ഇതാ ഇപ്പൊ പുതിയൊരു പ്രശ്നം. താൻ എന്റെ വക്കീലായോണ്ട് പറയാണ്, നാട് നീളെ പറഞ്ഞു നടന്ന് പാട്ടാക്കരുത്. ഇല്ല, മേനോദ്യം പറഞ്ഞോളൂ. രേവതിക്കൊരു പ്രേമം. അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ, ഒരു ചെറുക്കൻ ഇങ്ങനെ വീട് വലം വെച്ച് നടക്കണുണ്ട്. അവൻ വല്ല കൂടോത്രം ചെയ്തിട്ടുണ്ടാവോ എന്നാ എന്റെ സംശയം. ഏതായി ചെറുക്കൻ? ചെറുക്കനെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ വിഷയം അതല്ല. ഇത് മുളയിലെ നുള്ളി കളഞ്ഞില്ല വെച്ചാൽ പ്രശ്നം ഗൗരവമാവും. അത് വേണം, സൂക്ഷിക്കണം. കാശുള്ള വീട്ടിലെ പെമ്പിള്ളേർ കാശുള്ള വീട്ടിലെ പെമ്പിള്ളേരെ തപ്പി കുറെ എംബോക്കികൾ ഇറങ്ങിയിട്ടുണ്ട്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനെയൊക്കെ ഉണ്ടാക്കി വിട്ട് തന്റെ കുറ്റിക്കൊണ്ടാണ് അടിക്കാൻ. അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യൂല എന്നൊരു ചൊല്ലുണ്ട്. പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തേനെ. ഇപ്പൊ വയ്യ സാർ. താൻ അടിക്കാനും പിടിക്കാനോ നിൽക്കണ്ട, ഒരാളെ അറേഞ്ച് ചെയ്തെങ്കിൽ തന്നാ മതി. ആ കാര്യം ഞാൻ ഏറ്റു. സാർ ആളെയും കാണിച്ചു കൊടുത്ത് തല്ലുകൂലിയും കൊടുത്താൽ അവനെ ശരിപ്പെടുത്തുന്ന കാര്യം ഏറ്റു. ആളാരാ? ആള് വലിയ റൗഡിയാ, നമ്മുടെ ഇടിയെല്ലാം പോലെ.